ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ രാത്രിയിലെ അതിമനോഹരമായ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നക്ഷത്രങ്ങൾ എന്താണ്? അവിടേക്ക് ഒരിക്കലെങ്കിലും എത്താൻ കഴിയുമോ? ഭൂമിക്ക് പുറത്തും മനുഷ്യന് ജീവിക്കാനാകുമോ? ഈ ചോദ്യങ്ങളാണ് മനുഷ്യനെ ബഹിരാകാശ യുഗത്തിലേക്ക് നയിച്ചത്. ഇന്ന് ആ ചരിത്രത്തിൻ്റെ പുതിയ അധ്യായം എഴുതാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇത് ഒരു റോക്കറ്റിൻ്റെ കഥയല്ല, ഒരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കഥയാണ്. ആ ദൗത്യത്തിൻ്റെ പേരാണ് ഗഗൻയാൻ. എന്താണ് ഗഗൻയാൻ എന്ന പേരിൻ്റെ അർത്ഥം? ഒരു ദൗത്യത്തിൻ്റെ പേര് പോലും അതിൻ്റെ ലക്ഷ്യം പറയാറുണ്ട്. ഗഗൻ എന്നത് ആകാശം അല്ലെങ്കിൽ ബഹിരാകാശം, യാൻ എന്നത് വാഹനം, അതുകൊണ്ട് ഗഗൻയാൻ എന്നത് ബഹിരാകാശ വാഹനം എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിന് സംസ്കൃതത്തിൽ നിന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ പ്രമുഖ ബഹിരാകാശ ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. പക്ഷേ ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഒരു കാലത്ത് റോക്കറ്റിന്റെ ഭാഗങ്ങൾ സൈക്കിളിലും കാളവണ്ടിയിലുമായി കൊണ്ടുപോയിരുന്ന രാജ്യം ഇന്ന് ചന്ദ്രനിലും ചൊവ്വയിലും ദൗത്യങ്ങൾ നടത്തുന്ന അതിശക്തിയായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു. രോഹിണി, PSLV, ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ L1 ഓരോ വിജയവും ഇന്ത്യയെ ഒരു പുതിയ സ്വപ്നത്തിലേക്ക് നയിച്ചു. സ്വന്തം മനുഷ്യനെ സ്വന്തം റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് അയക്കുക. രാകേഷ് ശർമ്മ മുതൽ ഗഗൻയാൻ വരെ 1984 ഏപ്രിൽ മാസം ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്തെത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് രാകേഷ് ശർമ്മ. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോട് ചോദിച്ചു, ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണാൻ എങ്ങനെയുണ്ട്? രാകേഷ് ശർമ്മയുടെ മറുപടി ഇതായിരുന്നു, സാരേ ജഹാൻ സെ അച്ഛ. ഈ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. പക്ഷേ ആ യാത്ര ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റിലായിരുന്നില്ല. സ്വന്തം സാങ്കേതിക വിദ്യയിൽ, സ്വന്തം ബഹിരാകാശ പേടകത്തിൽ സ്വന്തം മനുഷ്യനെ അയക്കുക എന്ന സ്വപ്നം അപ്പോഴും ബാക്കിയായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇന്ത്യ ഗഗൻയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2018 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ പദ്ധതിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം വർഷങ്ങളോളം പരീക്ഷണങ്ങളും സാങ്കേതിക വികസനവും സുരക്ഷാ പരിശോധനകളും നടന്നു. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളതാക്കുന്നത്? അതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. എന്താണ് ഗഗൻയാൻ? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുള്ളത് ആക്കുന്നത്? ഒരു ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് തന്നെ അതീവ സങ്കീർണമായ ഒരു ശാസ്ത്രീയ നേട്ടമാണ്. പക്ഷേ ഒരു മനുഷ്യനെ ജീവനോടെ ബഹിരാകാശത്തേക്ക് അയച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക, അതിന് 100 കണക്കിന് സാങ്കേതിക സംവിധാനങ്ങൾ ഒരേ സമയം കൃത്യമായി പ്രവർത്തിക്കണം. ഗഗൻയാനിലൂടെ ഇന്ത്യ ആദ്യമായി സ്വന്തം റോക്കറ്റിൽ ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്ക് അയക്കാനാണ് ലക്ഷ്യമിടുന്നത്. അവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവർ സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങി വരും. 400 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയെ കാണുന്നത് എങ്ങനെയിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് ഓരോ 90 മിനിറ്റിലും ഭൂമിയെ ഒരു തവണ ചുറ്റാൻ കഴിയും. ഈ ദൗത്യത്തിൻ്റെ ഹൃദയമാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റായ LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഇതേ റോക്കറ്റാണ് ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിലേക്ക് അയച്ചത്. ഏകദേശം 43 മീറ്റർ ഉയരവും 640 ടൺ ഭാരവുമുള്ള ഈ ഭീമൻ റോക്കറ്റ് കോടിക്കണക്കിന് ന്യൂട്ടൺ ശക്തിയോടെ ആകാശത്തേക്ക് കുതിക്കും. മനുഷ്യരെ കൊണ്ടുപോകുന്ന റോക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വെറും ശക്തമായാൽ മാത്രം പോരാ, അത് അത്യന്തം വിശ്വസനീയവുമായിരിക്കണം. എന്താണ് ക്രൂ മോഡ്യൂൾ? റോക്കറ്റിന്റെ മുകളിലുള്ള ചെറിയ ഭാഗമാണ് ക്രൂ മോഡ്യൂൾ. യാത്രികർ മുഴുവൻ സമയവും ഇവിടെ തന്നെയാണ് കഴിയുന്നത്. ഇവിടെ ഓക്സിജൻ സംവിധാനവും താപനില നിയന്ത്രണ സംവിധാനവും കമ്പ്യൂട്ടർ നിയന്ത്രണ സംവിധാനവും ഭൂമിയുമായുള്ള ആശയവിനിമയ സംവിധാനം കമ്മ്യൂണിക്കേഷൻ സംവിധാനവും എല്ലാമുണ്ട്. നമുക്കറിയാം ബഹിരാകാശത്ത് വായുവില്ല.
അതുകൊണ്ട് യാത്രികരുടെ ഓരോ ശ്വാസവും ഈ സംവിധാനങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനം ഏതാണെന്ന് നോക്കാം. വിക്ഷേപണ സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ യാത്രികരെ ഏതാനും സെക്കൻഡിനുള്ളിൽ റോക്കറ്റിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ലോഞ്ച് എസ്കേപ്പ് സിസ്റ്റം. ഇത് മനുഷ്യജീവൻ രക്ഷിക്കാനായി ഡിസൈൻ ചെയ്ത ഇന്ത്യയുടെ ഏറ്റവും നിർണായക സുരക്ഷാ സംവിധാനങ്ങളിൽ ഒന്നാണ്. 2023 നടത്തിയ TV-D1 പരീക്ഷണത്തിലൂടെ ഈ സുരക്ഷാ സംവിധാനം വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു. മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഒരു ഉപഗ്രഹം നിക്ഷേപിക്കുമ്പോൾ അതിന് വായുവോ വെള്ളമോ ഭക്ഷണമോ ആവശ്യമില്ല. പക്ഷേ മനുഷ്യന് ഇവയെല്ലാം ആവശ്യമാണ്. ബഹിരാകാശത്ത് ചെറിയൊരു പിഴവ് പോലും മനുഷ്യജീവനെ അപകടത്തിലാക്കും. അതുകൊണ്ടാണ് ഗഗൻയാൻ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ശാസ്ത്രീയ പദ്ധതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നത്. ഗഗൻയാൻ മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. ഒരു സാധാരണ യാത്രാ വിമാനത്തേക്കാൾ ഏകദേശം 30 മടങ്ങ് വേഗം. പക്ഷേ ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകർ, ഹീറോസ് ആരാണ്? ആരൊക്കെയാണ് ഇന്ത്യയുടെ ഈ ചരിത്രയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്? അവരെ തയ്യാറാക്കാൻ എത്ര വർഷത്തെ പരിശീലനം വേണ്ടി വന്നു? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആരാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികർ? ഒരു റോക്കറ്റ് നിർമ്മിക്കുന്നത് അത്ഭുതകരമാണ്. പക്ഷേ ആ റോക്കറ്റിൽ കയറാൻ തയ്യാറെടുക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥ ഹീറോസ്. ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യ തെരഞ്ഞെടുത്തത് ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് പൈലറ്റുമാരെയാണ്. കേരളത്തിൽ ജനിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യൻ വ്യോമസേനയിലെ മികച്ച ടെസ്റ്റ് പൈലറ്റുമാരിൽ ഒരാളാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ വിവിധ യുദ്ധവിമാനങ്ങളിൽ ആയിരക്കണക്കിന് മണിക്കൂർ പറന്ന പരിചയസമ്പന്നനായ പൈലറ്റാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ് വ്യോമസേനയിലെ മികച്ച ഫ്ലൈയിംഗ് ഓഫീസർമാരിൽ ഒരാളാണ്. വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല ഗഗൻയാൻ പദ്ധതിയുടെ മറ്റൊരു പ്രധാന അംഗമാണ്. ആക്സിയം 4 മിഷനിലും അദ്ദേഹം അംഗമായിരുന്നു. എങ്ങനെയാണ് ഇവരുടെ പരിശീലനം? ബഹിരാകാശ യാത്രികനാകാൻ ബുദ്ധിശക്തി മാത്രം മതിയാവില്ല. ശരീരവും മനസ്സും ഒരുപോലെ ശക്തമായിരിക്കണം. 100 കണക്കിന് മെഡിക്കൽ പരിശോധനകൾ, മാനസിക പരിശോധനകൾ, ഉയർന്ന മർദ്ദം സഹിക്കാനുള്ള പരിശീലനം, അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന പരിശീലനം. റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ബഹിരാകാശ യാത്രികർക്ക് ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിൻ്റെ പല മടങ്ങ് ശക്തി അനുഭവപ്പെടും. അത് സഹിക്കാൻ പ്രത്യേക സെൻട്രിഫ്യൂജ് പരിശീലനം നൽകുന്നു. കടലിൽ സുരക്ഷിതമായി ഇറങ്ങിയ ശേഷം മണിക്കൂറുകളോളം രക്ഷാസേനയെ കാത്തിരിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും? അതും അവർ പരിശീലിക്കുന്നു. ഒറ്റപ്പെടലും നിശബ്ദതയും അപ്രതീക്ഷിത പ്രശ്നങ്ങളും എല്ലാം നേരിടാൻ പ്രത്യേക പരിശീലനം നൽകുന്നു. ആദ്യഘട്ട പരിശീലനത്തിൻ്റെ ഒരു ഭാഗം റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിങ് സെൻ്ററിലായിരുന്നു. തുടർന്ന് ഇന്ത്യയിലെ വിവിധ ISRO കേന്ദ്രങ്ങളിലും പ്രത്യേക പരിശീലനം തുടരുകയാണ്. ഗഗൻയാൻ എവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്? ഗഗൻയാൻ വിക്ഷേപിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ്. ഭൂമിയുടെ ഭ്രമണവേഗത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്ന കിഴക്കൻ തീരപ്രദേശമായതിനാലാണ് ഈ സ്ഥലം ഇന്ത്യയുടെ പ്രധാന വിക്ഷേപണ കേന്ദ്രമായത്. കിഴക്കോട്ട് വിക്ഷേപിക്കുന്നത് ഇന്ധനം ലാഭിക്കാനും കൂടുതൽ ഭാരം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനും സഹായിക്കുന്നു. ഗഗൻയാൻ യാത്രയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗഗൻയാൻ ദൗത്യം 5 പ്രധാന ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ആദ്യ ഘട്ടം ലോഞ്ചിങ്. രണ്ടാം ഘട്ടം ഓർബിറ്റിൽ പ്രവേശിക്കുന്നു, 400 കിലോമീറ്റർ അകലെയുള്ള ലോ എർത്ത് ഓർബിറ്റിൽ. മൂന്നാം ഘട്ടം സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഘട്ടമാണ്. നാലാം ഘട്ടം ഭൂമിയിലേക്കുള്ള റീ എൻട്രിയാണ്, തിരിച്ചുവരവാണ്. അഞ്ചാം ഘട്ടം സ്പ്ലാഷ് ഡൗൺ, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതിനുശേഷം റിക്കവറി. ഈ ദൗത്യത്തിന് എത്ര ചെലവ് വരും? ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ പദ്ധതിക്കായി ഇന്ത്യ ഏകദേശം 900 കോടി രൂപയിലധികം ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. ഇത് കൂടാം. ഈ തുക ഒരു റോക്കറ്റ് നിർമ്മിക്കാൻ മാത്രമല്ല, സുരക്ഷാ സംവിധാനങ്ങൾ, ബഹിരാകാശ യാത്രികരുടെ പരിശീലനം, പരീക്ഷണ ദൗത്യങ്ങൾ, ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ പദ്ധതികളുടെ
അടിത്തറ ഒരുക്കാനും കൂടി വേണ്ടിയാണ്. ഇതൊരു ചെലവല്ല, ഭാവിയിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരിലേക്കുള്ള നിക്ഷേപമാണ്. പക്ഷേ യഥാർത്ഥ പരീക്ഷണം ഇനി മാത്രമാണ് തുടങ്ങുന്നത്. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന പേടകം ഭൂമിയിലേക്ക് എങ്ങനെ സുരക്ഷിതമായി തിരിച്ചെത്തും? അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും അപകടകരമായ നിമിഷം. മിക്കവരും കരുതുന്നത് റോക്കറ്റ് വിക്ഷേപണമാണ് ഏറ്റവും അപകടകരമായ നിമിഷമെന്ന്. പക്ഷേ സ്പേസ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് മറ്റൊന്നാണ്. യഥാർത്ഥ പരീക്ഷണം ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം വീണ്ടും പേടകത്തെ വലിക്കാൻ തുടങ്ങും. അപ്പോൾ അത് മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. റീ എൻട്രിക്കിടെ പേടകത്തിൻ്റെ പുറം ഭാഗത്തുണ്ടാകുന്ന താപനില 1600 മുതൽ 2000 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. ഇത് ഉരുകിയ ലാവയേക്കാളും ചൂടാണ്. ഈ ചൂടിൽ നിന്ന് യാത്രികരെ രക്ഷിക്കുന്നത് ക്രൂ മോഡിലുള്ള പ്രത്യേക ഹീറ്റ് ഷീൽഡാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട്? റീ എൻട്രിക്കിടെ മറ്റൊരു വിചിത്രമായ സംഭവം നടക്കും. പേടകത്തിന് ചുറ്റും പ്ലാസ്മ രൂപപ്പെടും. ഈ പ്ലാസ്മ കാരണം കുറച്ച് മിനിറ്റുകൾ ഭൂമിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും നിലക്കും. ഈ സമയത്താണ് മിഷൻ കൺട്രോളിലെ ഓരോ സെക്കൻഡും മണിക്കൂറുകളായി തോന്നുന്നത്. ചൂട് കുറഞ്ഞ ശേഷം വലിയ പാരച്യൂട്ടുകൾ തുറക്കും. അവ പേടകത്തിൻ്റെ വേഗം ക്രമേണ കുറക്കും. ഒടുവിൽ കടലിൽ സുരക്ഷിതമായി ഇറങ്ങും. പേടകം കടലിൽ ഇറങ്ങിയ ഉടൻ ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനം ആരംഭിക്കും. യാത്രികരെ സുരക്ഷിതമായി പുറത്തെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. ഗഗൻയാൻ അറബിക്കടലിലോ ബംഗാൾ ഉൾക്കടലിലോ നിശ്ചയിച്ചിരിക്കുന്ന സുരക്ഷിത മേഖലയിലായിരിക്കും സ്പ്ലാഷ് ഡൗൺ നടത്തുക. എന്തുകൊണ്ട് ഗഗൻയാൻ ഇന്ത്യക്ക് ഇത്ര പ്രധാനമാണ്? ഓരോ തലമുറക്കും അവരുടെ കാലത്തെ മാറ്റിമറിച്ച ചില സ്വപ്നങ്ങളുണ്ട്. ഒരു കാലത്ത് അത് സ്വാതന്ത്ര്യമായിരുന്നു, പിന്നീട് ഹരിത വിപ്ലവം, പിന്നീട് ബഹിരാകാശ ഗവേഷണം. ഇന്ന് ആ സ്വപ്നത്തിൻ്റെ അടുത്ത അധ്യായമാണ് ഗഗൻയാൻ. ഇന്ന് ഈ വീഡിയോ കാണുന്ന ഒരു കുട്ടി നാളെ ഇന്ത്യയുടെ അടുത്ത ബഹിരാകാശ യാത്രികനായിരിക്കാം. ഒരു യുവ എഞ്ചിനീയർ ഈ ദൗത്യത്തിൻ്റെ അടുത്ത തലമുറ രൂപകൽപ്പന ചെയ്തേക്കാം. ഒരു ശാസ്ത്രജ്ഞൻ മനുഷ്യനെ ചന്ദ്രനിലേക്കും അതിനപ്പുറത്തേക്കും നയിക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചേക്കാം. ഗഗൻയാൻ ഒരു റോക്കറ്റിൻ്റെ പേര് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ആകാശം ഇനി അതിരല്ല, അത് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യമാണ്. ഇത്തരം കൂടുതൽ ഡോക്യുമെൻ്ററികൾക്കായി നമ്മുടെ എലിക്സിർ IAS ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത ഡോക്യുമെൻ്ററിയിൽ വീണ്ടും കാണാം.